നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയമുറപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് ഗോതയിൽ സജീവം. ഇടത് സ്ഥാനാർത്ഥികൾ രണ്ടാംഘട്ട പ്രചരണത്തിൽ ചുവടുറപ്പിക്കുമ്പോൾ കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് പോര് അസഹ്യമാകുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനത്തിൽ പ്രതീക്ഷ വയ്ക്കുമ്പോൾ ബിജെപിക്കുള്ളിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി നടക്കുന്ന പൊട്ടിത്തെറി ചെറുതല്ല. വടകരയിൽ എന്താണ് കോലീബി സഖ്യം ഉദ്ദേശിക്കുന്നത്? മുരളീധരൻ വടകരയിൽ മത്സരിച്ചാൽ വട്ടിയൂർക്കാവിൽ സംഭവിക്കുന്നത് എന്ത്? വടകരയിൽ നിന്ന് മുരളീധരനെ മാറ്റിയാൽ ഉപതെരഞ്ഞെടുപ്പിലൂടെ ബിജെപി സ്ഥാനം പിടിക്കാൻ നീങ്ങുന്നുവെന്നതാണ് വാസ്തവം. കാണാം പീപ്പിൾ ടിവിയുടെ പ്രത്യേക പരിപാടി തെരഞ്ഞെടുപ്പ് കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ജനശബ്ദം. 20 മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് വാർത്തകളും വിശകലനങ്ങളും പീപ്പിൾ വാർത്താ സംഘം പ്രേക്ഷകരുടെ മുന്നിലുണ്ട്. കാരണം ജനുവരി 2019 ജനങ്ങളാണ് വിധികർത്താക്കൾ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ ഓരോ പുരോഗതിയും സംബന്ധിച്ച് ജനങ്ങൾക്ക് വ്യക്തമായ നിലപാടുമുണ്ട്. അപ്പോൾ പിന്നെ മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് വിട്ടു, ബിജെപിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് കേന്ദ്രമാവുകയാണോ കോൺഗ്രസ് എന്ന ഈ ഒരു ചോദ്യത്തിന് ജനങ്ങൾ വ്യക്തമാക്കുന്ന നിലപാട് കേട്ടറിയാം. വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഒരു മൃദു സമീപനം കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. ഈ പറയുന്ന കോൺഗ്രസിൽ നിന്ന് ആളുകൾ, നേതാക്കന്മാർ, പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ ഇന്ന് ബിജെപിയിലേക്ക് ചേക്കേറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത്. ഇന്നത്തെ കോൺഗ്രസ് ആണല്ലോ നാളെ ബിജെപി. അതാണല്ലോ ഇവിടെ നിന്ന് കുറേ ദിവസം കൂടെ കണ്ടുവരുന്നത്. ഇന്ന് നിലവിലുള്ള പാർലമെൻറ്റിൽ എം പിമാരിലൊരു 60% പഴയ കോൺഗ്രസ് ആണല്ലോ. അതിൻ്റെ തുടർച്ച തന്നെ ഇപ്പം നമ്മുടെ നാട്ടിൽ കാണുന്നത്. ഇങ്ങനെ ഇതാണ് പോക്കെങ്കിൽ കോൺഗ്രസിൻ്റെ കാര്യം ബിഗ് സീറോ ആയിരിക്കും, അതിന് സംശയമൊന്നുമില്ല. ബിജെപിയുടെ റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ടാണ് കോൺഗ്രസ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. കാരണം വെച്ചാൽ അവരുടെ പ്രതിപക്ഷ നേതാവ് അടക്കം, മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ നേതാവ് അടക്കം ബിജെപിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്കറിയാം, കേരളത്തിൽ നിന്നുള്ള നേതാവ് ടോം വടക്കൻ എന്നിങ്ങനെ ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് വിശ്വസിച്ചിട്ടാണ് ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്നും UDF വോട്ട് ചെയ്യുക? അവർ അവിടെ പോയിട്ട് ഇനി BJPയിലേക്ക് മാറുമോ എന്നുള്ളത് അറിയാൻ പറ്റില്ല. ഇപ്പോൾ ഇന്ത്യയിലാകെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വെച്ചാൽ കോൺഗ്രസ് എന്ന പാർട്ടി അപ്രസക്തമായി. കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള നേതാക്കന്മാരും അവരുടെ പ്രധാനപ്പെട്ട MLA-മാരടക്കം രാവിരുട്ടി പകലാകുമ്പോഴേക്കും BJP ആയി മാറാം. ശരിക്കും കോൺഗ്രസിൻ്റെ റിക്രൂട്ടിംഗ് സെൻ്ററായി തന്നെയാണ്, BJPയുടെ റിക്രൂട്ടിംഗ് സെൻ്ററായിട്ട് കോൺഗ്രസ് മാറി എന്നുള്ളത് തന്നെയാണ്. ഇത് ക്യാമ്പസുകളിലുമെല്ലാം വിദ്യാർത്ഥികളൊക്കെ തന്നെ ഏറെ ചർച്ച ചെയ്യുന്നുണ്ട്. BJPയുടെ റിക്രൂട്ടിംഗ് സെൻ്ററാണ് ഇന്ന് കോൺഗ്രസ് എന്നതിൽ യാതൊരു സംശയവും. BJPയെ പ്രതിരോധിക്കാൻ ഒരു തരത്തിലും സാധ്യമല്ല. BJP എടുക്കുന്ന അതേ ഹിന്ദുത്വ നിലപാട് കൂടുതൽ കുറച്ച് മൃദുവാക്കിയെടുക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക്, BJPയുടെ അതേ സാമ്പത്തിക നയം കൈമുതലായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിക്ക് ഒരു തരത്തിലും ഈ ഇലക്ഷനിൽ സാധാരണ ജനങ്ങളുടെ പ്രതിനിധികളായി പാർലമെൻറ്റിൽ സാധാരണക്കാരൻ്റെ ശബ്ദമുയർത്താൻ സാധ്യമല്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സീറ്റ് ലക്ഷ്യമാക്കിയിട്ട് അല്ലെങ്കിൽ മറ്റ് ലാഭങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുന്ന ഒരു പതിവ് പ്രവണതയാണ്. അത് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോകുന്നവരുണ്ടാകാം, BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വരുന്നവരുണ്ടാകാം, CPMൽ നിന്ന് BJPയിലേക്ക് പോകുന്നവരുണ്ടാകാം. അത്തരത്തിൽ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില ലാഭങ്ങൾക്ക് വേണ്ടി മാറുന്ന ചില ആൾക്കാരുണ്ട്. ഇത്തവണ അത് അല്പം കൂടുതലായിട്ടാണ് കാണുന്നത്. അതിന് ഏറ്റവും വലിയൊരു കാരണമായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് BJP ഇത്തവണ ഭയങ്കരമായിട്ട് പണം ഒഴുക്കുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ 5 വർഷം ഭരിച്ചുകൊണ്ട് അവർ കോർപ്പറേറ്റ് കുത്തക ഭീമന്മാരിൽ നിന്ന് സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന പണം മുഴുവൻ ഇത്തരത്തിൽ ആളുകളെ വിലക്കെടുക്കുന്നതിന് വേണ്ടിയിട്ടും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടും ഭരണം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിനകത്ത് ഒരു പൊതു തെരഞ്ഞെടുപ്പ് കടന്നു വരാൻ വേണ്ടി പോവുകയാണ്. രാജ്യം ചർച്ച ചെയ്യുന്നത് BJPയുടെ നേതൃത്വത്തിലുള്ള വർഗീയ ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ആർക്ക് സാധിക്കുന്നുള്ളതാണ്. രാജ്യത്തിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് BJPയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയായിട്ട് കോൺഗ്രസ് മാറിയ കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മഹാരാഷ്ട്രയിലെ കോൺഗ്രസിൻ്റെ നേതാവ്, പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള ആൾ BJPയിലേക്ക് മാറിയത്. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആയി മാറുമ്പോൾ കോൺഗ്രസിന് എങ്ങനെ ഈ വർഗീയതയെ ചെറുത്തു തോൽപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉയരാൻ വേണ്ടി പോകുന്നത്. കോൺഗ്രസിന് വർഗീയതയ്ക്കെതിരെ ഒരു പൊതു പ്ലാറ്റ്ഫോമിന്റെ ലീഡർഷിപ്പ് കൊടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ BJPയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളുകൾ മാറുക എന്നുള്ളതല്ല, അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കോൺഗ്രസ് ഒന്നാകെ BJPയിലേക്ക് ലയിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ നേതാക്കന്മാരുടെ കൂറുമാറ്റം കാണുന്നത്. BJPക്ക് ബദലാകുന്നാണെന്നായിരുന്നു പറയുന്നതെങ്കിലും വർഗീയതയ്ക്ക് കൂട്ടുകൂടാൻ ഏറ്റവും കൂടുതൽ എളുപ്പമുള്ളൊരു സംഘടനയായിട്ട് കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. അതിൽ ഇന്ന് പകല് കോൺഗ്രസും രാത്രി BJP ആയിരുന്നു. ഇപ്പം എപ്പോൾ BJP ആകുന്ന ആർക്കും അറിയാത്ത ഒരു ഇതാണ്. അവർക്ക് പോലും അറിയില്ല അവരെപ്പോൾ BJP ആവുന്നു. ഒരു MLAക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ
ചാനലുകൾ മുഴുവൻ അവരുടെ അടുത്ത് നിങ്ങൾ എപ്പോഴാണ് ബി ജെ പി ആണ്, എപ്പോഴാണ് ബി ജെ പി ആകണമെന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ പോണത്. തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ഇന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോരും സ്ഥാനാർത്ഥി നിർണയത്തിലെ ആശങ്കകളുമൊക്കെയാണ്. വടകര സീറ്റിൽ ആര് മത്സരിക്കും? ആശയക്കുഴപ്പം ഇതുവരെ തീർന്നിട്ടില്ല. ഒരുപക്ഷെ വടകര സീറ്റിൽ മുരളീധരൻ മത്സരിച്ചാൽ അവിടെ BJP ഉപതെരഞ്ഞെടുപ്പിലൂടെ സ്ഥാനം പിടിക്കുമോ? എന്നാലും സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി BJPയിൽ പൊട്ടിത്തെറിക്ക് കളമൊരുങ്ങുമ്പോൾ സ്ഥാനാർത്ഥികളുടെ അതൃപ്തി പരിഹരിക്കാൻ പട്ടികയിൽ വീണ്ടും മാറ്റങ്ങൾ വരുത്തി BJP സംസ്ഥാന നേതൃത്വം. ആശങ്കകളും വാദപ്രതിവാദങ്ങളും കൂടുമ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തമായ നിലപാട് എല്ലാ നേതാക്കൾക്കും ഉണ്ടാകും. കേൾക്കാം നേതൃശബ്ദം. എല്ലാ ജില്ലകളിലും തന്നെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഓരോ ജില്ലയിലും ഇത്ര വോട്ട് എന്നുള്ള നിലയിലേക്കുള്ള ഒരു സംവിധാനം ഞങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷേ ജില്ലകളിലെല്ലാം തന്നെ വോട്ടുണ്ട്. വയനാട്ടിൽ പ്രത്യേകിച്ചും മറ്റ് ജില്ലകളെക്കാട്ടും വ്യത്യസ്തമായ രീതിയിൽ വയനാട്ടിലെ കുറച്ച് ആദിവാസി മേഖലയിൽ കൂടുതൽ വോട്ട്. എന്തായാലും ഇടതുപക്ഷത്തിനോടൊപ്പം സഹകരിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ആ രീതിയിലുള്ള ഒരു നിലപാട് എല്ലാ ആളുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. ഐക്യ ജനാധിപത്യ മുന്നണി തകർന്നിരിക്കുകയാണ്. സംഘടനാപരമായും രാഷ്ട്രീയമായും UDF തകർന്നിരിക്കുകയാണ്. ഇത്തരമൊരു മുന്നണിക്ക് എങ്ങനെ ജനങ്ങളെ നയിക്കാൻ സാധിക്കും? ഒരു പാർലമെന്റ് സീറ്റിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ പോലും സാധിക്കാത്ത കോൺഗ്രസ് എങ്ങനെ ഇന്ത്യയെ നയിക്കും? 25 പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 23-ലും 175 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 136 കോൺസ്റ്റിറ്റ്യുവൻസിലെയും സ്ഥാനാർത്ഥികളുടെ പേര് ഏകകണ്ഠമായി കൊടുത്തു. അത് അംഗീകരിച്ചിട്ടുണ്ട്. RMP എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് UDFനെ പിന്തുണയ്ക്കാൻ പോകുന്നു. എന്തോ വലിയ സംഭവമാണെന്നുള്ള മട്ടിലാണ്. അവരെപ്പോഴാണ് UDFനെ പിന്തുണയ്ക്കാത്തത്? ഒഞ്ചിയം പഞ്ചായത്ത് ഭരണം UDFും RMP ഒന്നിച്ചല്ലേ? ചോറോഡിൽ അങ്ങനെ ആയിരുന്നില്ലേ? ആ മേഖലയിലെ മുഴുവൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അവർ ഒന്നിച്ചല്ലേ മത്സരിച്ചത്? ഏത് സന്ദർഭത്തിലും CPMനെ എതിർക്കുന്നതിൽ കവിഞ്ഞ് മറ്റൊരു അജണ്ട അവർക്കില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും മുല്ലപ്പള്ളിയാണ് അവർ സഹായിച്ചത്. തെരഞ്ഞെടുപ്പിൽ വാക്പോരും വാദപ്രതിവാദങ്ങളുമെല്ലാം അവിഭാജ്യ ഘടകങ്ങളിലൊന്നാണ്. സാഹചര്യം എന്തായാലും വിജയത്തിൽ കുറിച്ചൊന്നും സ്ഥാനാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. കാണാം പോരാട്ട വീര്യം നിറഞ്ഞ സ്ഥാനാർത്ഥികളുടെ വാക്കുകളിലേക്ക്. അതായത് അവരവരുടെ ഒരു വ്യക്തികളെ അവരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ വികസന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 7 നിയമസഭാ മണ്ഡലം അടങ്ങുന്ന പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം ഏറ്റവും വലിയ മണ്ഡലങ്ങളിൽ ഒന്നാണ്. ഇവിടെ കർഷകരുടെ വിഷയങ്ങളുണ്ട്. ഇത് കൃത്യമായി അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല. കോൺഗ്രസ് ആണ് ഈ ദുരവസ്ഥ റബ്ബർ കർഷകർക്ക് ഉൾപ്പെടെ ഉണ്ടാക്കി തീർത്തിട്ടുള്ളത്. പക്ഷേ അതിനൊരു പരിഹാരം കാണുവാൻ അവർക്ക് കഴിഞ്ഞില്ല. തുടർന്നു വന്ന BJP സർക്കാരും അതേ നയം പിന്തുടർന്ന് 1 രൂപ പോലും സബ്സിഡി കൂട്ടിയിട്ടുമില്ല. അപ്പോൾ എല്ലാ കാർഷിക വിളകളും ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെയും BJPയുടെയും തെറ്റായ കാർഷിക നയമാണ്. നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിളകൾക്ക് ന്യായമായ വില ഇവിടെ ലഭിക്കാത്ത സാഹചര്യമുണ്ട്. അതിന് കാരണം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ എത്തിച്ചേരുകയാണ്, നിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ. അപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട പരിഗണനയും അവർക്ക് ലഭിക്കേണ്ട അവരുടെ വിളകൾക്ക് ലഭിക്കേണ്ട ന്യായമായിട്ടുള്ള വിലയും ഉറപ്പുവരുത്തുവാൻ കഴിയണം. ആ ദേശീയ തലത്തിൽ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ കാർഷിക നയം ആ രീതിയിൽ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ ജയിക്കുമ്പോൾ നിശ്ചയമായും പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിന് വേണ്ടി നടത്തും. ട്രേഡ് യൂണിയൻ രംഗത്താണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഒരു ഭാഗം എൻ്റെ പ്രവർത്തനത്തിൻ്റെ. അപ്പോൾ അവരുടെ പിന്തുണ എന്ന് പറഞ്ഞാൽ അതാണ് ഞങ്ങളെ കരുത്ത്. ഞങ്ങളെ കരുത്ത് എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗത്തിൻ്റെ പിന്തുണയല്ലേ. അതിൻ്റെ മുകളിലേ ഞങ്ങൾ പൊരുതി മുന്നേറുന്നത് എല്ലാ കാലത്തും. അപ്പോൾ അത് മറ്റ് ഏത് വിഭാഗത്തിൽ നിന്ന് കിട്ടുന്ന പിന്തുണയേക്കാളും ഭയങ്കരമായ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതാണ് തൊഴിലാളികളുടെ ഇടയിൽ നിന്ന് കിട്ടുന്ന പിന്തുണ. അതാണ് ഇന്ന് കിട്ടിയത്. ആത്മവിശ്വാസം ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് പഴയകാല വിദ്യാർത്ഥി യുവജന പ്രവർത്തകരുടെ വേദിയിലാണ്. അവരെല്ലാം പല മേഖലയിൽ ജോലി ചെയ്യുന്നവർ, വിദേശത്തിറക്കമുള്ളവരുണ്ട്. അവരെല്ലാം ഈ പ്രവർത്തനത്തിന് വരാൻ വേണ്ടി തയ്യാറായി ആ സന്തോഷത്തോട് വന്നിരിക്കുകയാണ്. അപ്പം വളരെ വലിയ പിന്തുണ വിദ്യാർത്ഥി സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന SFI പ്രവർത്തനായിരുന്നു, ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രവർത്തനായിരുന്നു, പിന്നീട് DYF പ്രവർത്തനായിരുന്നു. ആ പ്രവർത്തനത്തിൻ്റെ എല്ലാം പിന്തുണ വലിയ തോതിലുണ്ട്. അതാണ് ഈ ഹാളിൽ എല്ലാവരും പഴയകാല വിദ്യാർത്ഥി നേതാക്കന്മാർ മുതൽ ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ വരെ വന്നത്. വളരെ അനുകൂലമായ ഒരു ആവേശകരമായ ഒരു പിന്തുണയാണ് കാണുന്നത്. മേഖലയിൽ പണിയെടുക്കുന്ന നമ്മുടെ സഹോദരങ്ങളുടെ ആർജവവും ധൈര്യവും തൻ്റെടവും പരസ്പര സ്നേഹവും മനുഷ്യ സ്നേഹവും എത്ര വാക്കുകൾ കൊണ്ട് വിലമതിക്കാൻ കഴിയാത്ത ഒന്നാണത്. നമ്മളത് കണ്ടതാണ്. എനിക്ക് ഇപ്പോഴിവിടെ അനുഭവപ്പെട്ടു. UDFന്റെ ഒരു പൊതു മനോഭാവം, ഈ മണ്ഡലത്തിലെ ജനങ്ങളോടുള്ള സമീപനം എന്താണ് എന്ന് കോൺഗ്രസിന്റെ ദേശീയ വക്താക്കളായിട്ടുള്ള നേതാക്കളുടെ തന്നെ പ്രഖ്യാപനങ്ങളിലൂടെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും
ജനങ്ങൾ ഇതിനോടൊക്കെ ക്രിയാത്മകമായി പ്രതികരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ പ്രതികരണം, ഇടതുപക്ഷത്തിന് അനുകൂലമായി വലിയ പ്രതികരണമാണ് ഈ മണ്ഡലത്തിലെമ്പാടും ഉയർന്നു വരുന്നത്. കാർഷിക പ്രശ്നങ്ങളിലും ടൂറിസം രംഗത്തെ പ്രശ്നങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെയിൽവേ യാത്രാ നിരോധനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എനിക്ക് സാധിക്കുമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. തീർച്ചയായും ഒരവസരം ഈ നാട്ടിലെ ജനങ്ങൾ നൽകുമെന്ന ഉറച്ച ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഒന്നാംഘട്ട പ്രചരണ പ്രവർത്തനങ്ങൾ അവസാനിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഓരോ ചുവരെഴുത്തും പ്രചരണവും ഓരോ സ്ഥാനാർത്ഥിക്കും നൽകുന്നത് വൻ പിന്തുണയാണ്. അതിനുമപ്പുറം വിജയ പ്രതീക്ഷയുമാണ്. ചുവരെഴുത്തും അതിനോടനുബന്ധിച്ചുള്ള കൗതുക കാഴ്ചകളുമെല്ലാം തിരഞ്ഞെടുപ്പിന്റെ നിറം മങ്ങാത്ത കാഴ്ചയും കൂടി കാണാം. ചുവരെഴുത്ത്. സമരപോരാട്ടങ്ങളുടെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന എറണാകുളം മഹാരാജാസ് കോളേജിൽ LDF സ്ഥാനാർത്ഥി പി രാജീവിന് ഊഷ്മള സ്വീകരണം. അഭിമന്യുവിന്റെ രക്തം വീണ പഴയ മണ്ണിൽ വിദ്യാർത്ഥി നേതാവ് എത്തിയപ്പോൾ ഹരമണിയിച്ചും മുദ്രാവാക്യം വിളിച്ചുമാണ് വിദ്യാർത്ഥികൾ വരവേറ്റത്. യുവ വോട്ടർമാരെയും അധ്യാപകരെയും ജീവനക്കാരെയും നേരിൽ കണ്ട് പി രാജീവ് പിന്തുണ തേടുന്ന ആ കാഴ്ചയിലേക്ക്. എറണാകുളത്തെ ഇടത് സ്ഥാനാർത്ഥി പി രാജീവിന് വിജയാശംസകൾ നേർന്ന് നടൻ മമ്മൂട്ടി. പ്രചരണത്തിനിടെ മമ്മൂട്ടിയുടെ വീട്ടിലെത്തിയപ്പോഴാണ് രാജീവിന് മമ്മൂട്ടി വിജയം ആശംസിച്ചത്. എല്ലാവരും വോട്ട് ചെയ്ത് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകണമെന്നും മമ്മൂട്ടി പറഞ്ഞു. പനമ്പള്ളി നഗറിലെ വീട്ടിലെത്തിയാണ് പി രാജീവ് മമ്മൂട്ടിയെ കണ്ടത്. തെരഞ്ഞെടുപ്പിൽ പിന്തുണ തേടുകയായിരുന്നു ലക്ഷ്യം. ഇടത് സ്ഥാനാർത്ഥിയെ ഹൃദയവായ്പോടെ സ്വീകരിച്ചു മലയാളത്തിന്റെ മഹാനടൻ. രാജീവ് തന്റെ ഉറ്റ സുഹൃത്താണെന്ന് വിശേഷിപ്പിച്ച മമ്മൂട്ടി അദ്ദേഹത്തിന് എല്ലാ വിജയാശംസകളും നേർന്നു. രാജീവ് നമ്മുടെ അടുത്ത സുഹൃത്താണ്, അദ്ദേഹത്തിന് വിജയം ആശംസിക്കുന്നു. തനിക്ക് എല്ലാ കാലത്തും അകമഴിഞ്ഞ പിന്തുണ മമ്മൂട്ടി നൽകി വരുന്നതായും ഈ തെരഞ്ഞെടുപ്പിലും സഹായം പ്രതീക്ഷിക്കുന്നതായും പി രാജീവ്. ഇതിന് നേരത്തെ കനിവ് ഭവന പദ്ധതിയാകാം, മറ്റു പല പുതിയ രീതികളുള്ള ജന നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അതിലെല്ലാം തന്നെ മമ്മൂക്കയുടെ പിന്തുണ എല്ലാ കാലത്തും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ സഹായവും അതുപോലെ തന്നെ അനുഗ്രഹവും അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് എത്തിച്ചേർന്നത്. 1 മണിക്കൂറിലധികം നീണ്ടു ഇരുവരുടെയും കൂടിക്കാഴ്ച.
രാഷ്ട്രീയവും കാലാവസ്ഥയും ഒക്കെ ചർച്ച ചെയ്ത 1 മണിക്കൂർ ഔഷധി ചെയർമാൻ KR വിശ്വംഭരനും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. UDF സ്ഥാനാർത്ഥി മണ്ഡലത്തിലെത്തുമ്പോൾ വയനാട്ടിൽ LDF പ്രചരണം 2ാം ഘട്ടത്തിലാണ്. ലോക്കൽ തല കൺവെൻഷനുകൾ പൂർത്തിയാക്കി ബൂത്ത് തലത്തിലേക്ക് കടങ്ങാനൊരുങ്ങിയാണ് LDF. ഒട്ടുമുക്ക പ്രദേശങ്ങളും LDF സ്ഥാനാർത്ഥി PP സുനീർ സന്ദർശിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനു മുൻപേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. മണ്ഡലത്തിൽ പരിചിതനായ വ്യക്തി. 2 ആഴ്ച കൊണ്ട് മണ്ഡലത്തിൽ എവിടെയും സാന്നിധ്യം. LDF സ്ഥാനാർത്ഥി PP സുനീർ പ്രചാരണത്തിൽ ഏറെ മുന്നിലാണ്. UDF സ്ഥാനാർത്ഥിയെ ചൊല്ലി AI ഗ്രൂപ്പുകൾ തമ്മിൽ തല്ലുമ്പോൾ മണ്ഡലത്തിലെ വികസനവും 10 വർഷത്തെ മുൻ MPയുടെ പരാജയവും തുറന്നുകാട്ടിയാണ് LDF പ്രചാരണം. നിയോജക മണ്ഡല കൺവെൻഷനുകളും പൂർത്തിയാക്കി ലോക്കൽ തല കൺവെൻഷനുകൾ LDF ആരംഭിച്ചു. UDFന്റെ ഒരു പൊതു മനോഭാവം, ഈ മണ്ഡലത്തിലെ ജനങ്ങളോടുള്ള സമീപനം എന്താണ് എന്ന് കോൺഗ്രസിന്റെ ദേശീയ വക്താക്കളായിട്ടുള്ള നേതാക്കളുടെ തന്നെ പ്രഖ്യാപനങ്ങളിലൂടെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ജനങ്ങൾ ഇതിനോടൊക്കെ ക്രിയാത്മകമായി പ്രതികരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ പ്രതികരണം, ഇടതുപക്ഷത്തിന് അനുകൂലമായി വലിയ പ്രതികരണമാണ് ഈ മണ്ഡലത്തിലെമ്പാടും ഉയർന്നു വരുന്നത്. കാർഷിക പ്രശ്നങ്ങളിലും ടൂറിസം രംഗത്തെ പ്രശ്നങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെയിൽവേ യാത്രാ നിരോധനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എനിക്ക് സാധിക്കുമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. ആദ്യഘട്ട മണ്ഡല പര്യടനം പൂർത്തിയാക്കിയപ്പോൾ LDF സ്ഥാനാർത്ഥി ഒട്ടുമിക്ക സ്ഥാപനങ്ങളും വോട്ടർമാരെയും സന്ദർശിച്ചു കഴിഞ്ഞു. പോസ്റ്റർ പ്രചാരണവും ചുവരെഴുത്തുമെല്ലാം ഗ്രാമങ്ങളിൽ വരെ സജീവമായി. മണ്ഡലം പിടിക്കാൻ ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളാണെങ്ങും. ന്യൂസ് ബ്യൂറോ, വയനാട്. MLA-മാരുടെ സ്ഥാനാർത്ഥത്തിൽ K മുരളീധരന്റെ ഇരട്ടത്താപ്പ് പുറത്ത്. CPIM MLA-മാരുടെ സ്ഥാനാർത്ഥിയേതതിനെ K മുരളീധരൻ വിമർശിച്ചിരുന്നു. ഇപ്പോൾ MLA ആയ K മുരളീധരൻ തന്നെ വടകരയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. K മുരളീധരന്റെ പഴയ പ്രസംഗത്തിൽ നിന്ന് പല മണ്ഡലത്തിലും പേര് കേൾക്കുന്നുണ്ട്, ഉയർന്നു കേൾക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടോ? അല്ല, അത് നിയമസഭാ അംഗങ്ങൾ മത്സരിക്കേണ്ട എന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ചോദ്യത്തിന് തന്നെ ഒരു പ്രസക്തിയില്ല. പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിലുള്ള തീരുമാനമാണ് MLA-മാർ മത്സരിക്കേണ്ട. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾക്കൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കേണ്ട ഫീൽഡുകൾ ദേശീയ നേതൃത്വം നൽകിയിട്ടുണ്ട്. അതിൽ പ്രചരണത്തിന്റെ ചുമതലയാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ വർക്ക് ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സ്ഥാനാർത്ഥികളുടെ പട്ടിക 2 ദിവസം കൊണ്ട് പുറത്തു വരും. അതോടെ ഊഹാപോഹങ്ങളൊക്കെ അവസാനിച്ച് യഥാർത്ഥ വസ്തുത ജനങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ 20 സീറ്റിൽ 6 MLA-മാര്. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് 6 സീറ്റിൽ ആളെ കിട്ടാനില്ലേ? അപ്പൊ സ്ഥാനാർത്ഥി ക്ഷാമം, പ്രചരണത്തിന് വാക്കുകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ടർ ബോധവത്കരണ പരിപാടിയായ സ്റ്റിപ്പിന്റെ ജില്ലാതല പ്രവർത്തന ഉദ്ഘാടനം ലോഗോ പ്രകാശനവും ബ്രാൻഡ് അംബാസിഡറായ സിനിമാ താരം കൈലാഷ് നിർവഹിച്ചു. പത്തനംതിട്ട കത്തോലിക്കേറ്റ് കോളേജിൽ നടന്ന ചടങ്ങിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ PB ന്യൂ അധ്യക്ഷത വഹിച്ചു. വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നതിനും വോട്ടിംഗ് ശതമാനം ഉയർത്തുന്നതിനുമായി ഇലക്ഷൻ കമ്മീഷൻ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയാണ് സ്വീപ് ലോഗോയുടെ പ്രകാശനവും ജില്ലാതല പ്രവർത്തന ഉദ്ഘാടനവും പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജ് ചലച്ചിത്ര താരം കൈലാഷ് നിർവഹിച്ചു. വോട്ട് എന്നത് നമ്മുടെ അഭിപ്രായമാണെന്നും ആ അഭിപ്രായം വ്യക്തമായി പ്രകടിപ്പിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തരുതെന്നും കൈലാഷ് പറഞ്ഞു. ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അത് നമ്മുടെ പ്ലാസ്റ്റിക് ഫ്ലെക്സ് പോലുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുകയും ഒരു ഹരിത തിരഞ്ഞെടുപ്പാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനും സ്വീപ്പും പ്രതീക്ഷിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അതിനായിട്ട് ഒത്തൊരുമിക്കാം. നിങ്ങളുടെ വിരൽത്തുമ്പിലാണ് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭാവി. സോ സ്വീപ് 2019 എല്ലാവിധ ആശംസകൾ. സ്വീപിന്റെ നേതൃത്വത്തിലാണ് ജില്ലയിലുടനീളം തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഒരു വോട്ടും ഒഴിവാക്കപ്പെടരുത് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ മുദ്രാവാക്യം. ചടങ്ങിൽ ക്യാമ്പസ് അംബാസിഡർമാർക്കുള്ള ടാഗ് വിതരണവും കൈലാഷ് നിർവഹിച്ചു. പത്തനംതിട്ട ജില്ലാ കളക്ടർ PB നൂഹ് പരിപാടിയിൽ അധ്യക്ഷനായി. ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പിനാണ് ഇത്തവണ മുൻതൂക്കം നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ S സന്തോഷ് കുമാർ തെരഞ്ഞെടുപ്പ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ചടങ്ങിന് ശേഷം കാത്തോലിക്കേറ്റ് കോളേജിൽ നിന്നും ആരംഭിച്ച വിളംബര ജാഥ പത്തനംതിട്ട സെന്റ് പീറ്റേഴ്സ് പള്ളി അങ്കണത്തിൽ അവസാനിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും അരങ്ങേറി. ചടങ്ങിൽ തിരുവല്ല സബ് കളക്ടർ വിനയ് ഗോയൽ, സ്വീപ് നോഡൽ ഓഫീസർ KK വിമൽ രാജ്, ADM കമാൻഡ് ലോപ്പസ്, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ K രശ്മി മോൾ, കാത്തോലിക്കേറ്റ് കോളേജ് പ്രിൻസിപ്പൽ മാത്യു P ജോസഫ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.
കണ്ണൂരിന്റെ വികസന നായിക PK ശ്രീമതി ടീച്ചർക്ക് കടലിന്റെ മക്കളുടെ സ്നേഹോഷ്മളമായ വരവേൽപ്പ്. തീരദേശ മേഖലയിൽ പ്രചരണത്തിനെത്തിയ ശ്രീമതി ടീച്ചർക്ക് ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. മത്സ്യത്തൊഴിലാളി ക്ഷേമത്തിനും തീരദേശ വികസനത്തിനും മുന്തിയ പരിഗണന നൽകിയ ഇടതുപക്ഷത്തിനൊപ്പമാണ് കടലിന്റെ മക്കളുടെ മനസ്സെന്ന് വ്യക്തമാകുന്നതായിരുന്നു ശ്രീമതി ടീച്ചർക്ക് ലഭിച്ച ഉജ്ജ്വല സ്വീകരണം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണൂരിന്റെ പ്രതിനിധിയായി വീണ്ടും പാർലമെന്റിൽ എത്തിക്കുമെന്നാണ് കണ്ണൂരിന്റെ കടലോരം ശ്രീമതി ടീച്ചർക്ക് നൽകിയ ഉറപ്പ്. തീരദേശ ജനതയ്ക്കായി MP എന്ന നിലയിൽ ശ്രീമതി ടീച്ചർ കഴിഞ്ഞ 5 വർഷം നടത്തിയ ഇടപെടലുകൾക്കുള്ള അംഗീകാരം കൂടിയായിരുന്നു കണ്ണൂർ ആയിക്കരയിൽ ലഭിച്ച ഹൃദ്യമായ വരവേൽപ്പ്. അവരെ വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങളെ സ്വീകരിച്ചു. അതിലെനിക്ക് വളരെയധികം നന്ദിയുണ്ട് അവരോട്. വളരെ സന്തോഷത്തോടുകൂടി ഒരു മുടക്കില്ലാണ്ട് വിൽപ്പന നടക്കുമ്പോൾ പോലും ആ വിൽപ്പന നടക്കുന്നത് തടസ്സപ്പെടുന്നുണ്ടല്ലോ എന്നുള്ള ഒരു മനസ്സേ അവർക്കില്ല. വളരെ സന്തോഷം, നല്ല സന്തോഷം നിറഞ്ഞ മുഖത്തോടെയാണ് എല്ലാവരും സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിലെ മത്സ്യമേഖലയിൽ പണിയെടുക്കുന്ന നമ്മുടെ സഹോദരങ്ങളുടെ ആർജവവും ധൈര്യവും തൻ്റെടവും പരസ്പര സ്നേഹവും മനുഷ്യ സ്നേഹവും എത്ര വാക്കുകൾ കൊണ്ട് വിലമതിക്കാൻ കഴിയാത്ത ഒന്നാണത്. നമ്മളത് കണ്ടതാണ്. എനിക്ക് ഇപ്പോഴും ഇവിടെ അനുഭവപ്പെട്ടു. മഹാപ്രളയത്തിൽ നിന്നും കേരളത്തെ കൈപിടിച്ചുയർത്തിയ കടലിന്റെ മക്കൾ ശ്രീമതി ടീച്ചറുടെ വിജയത്തിനായി രംഗത്തിറങ്ങുമെന്ന് പ്രഖ്യാപിച്ചു. ഓഖി ദുരന്ത സഹായം, മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഭവന പദ്ധതി, മത്സ്യത്തൊഴിലാളികൾക്ക് തീരദേശ സേനയിൽ നിയമനം, തീരദേശ ഹൈവേ തുടങ്ങി നിരവധി പദ്ധതികളാണ് കേരളത്തിൽ LDF സർക്കാർ നടപ്പാക്കിയത്. വോട്ടഭ്യർത്ഥിച്ചെത്തിയ ശ്രീമതി ടീച്ചറോട് ഇടതുപക്ഷ സർക്കാർ നൽകിയ പരിഗണനകൾക്ക് തൊഴിലാളികൾ നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സ്ഥാനാർത്ഥികളുടെ കളമാറ്റം പ്രചരണ രംഗത്തെ പ്രസംഗത്തിനു പുറമെ ഗാനരൂപേണയും അലയടിക്കാറുണ്ട്. തെരഞ്ഞെടുപ്പ് രംഗം ഏതുമായാലും അതിനൊന്നും ഇന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. അത്തരത്തിലൊരു ഗാനത്തിലേക്ക്. നാടറിഞ്ഞല്ലോ കൂടൊഴിഞ്ഞല്ലോ, കോൺഗ്രസ് ആകെ കൂട്ടമായി BJP ആയല്ലോ. കതറഴിക്കണം, കാവി ചുറ്റേണം, കെട്ടിപ്പൂട്ടി കോൺഗ്രസിന് പീസ് പൂട്ടേണം. MP-യും MLA ആയാൽ വില പേശേണം, കോൺഗ്രസിൽ നിന്നും മുങ്ങി BJP ആവണം. കോൺഗ്രസ് ഇത് കോൺഗ്രസ്, നാളെ RSS ആവണ കോൺഗ്രസ്. ഓർക്കേണം നമ്മൾ കരുതേണം, വോട്ട് പ്രദീപ് കുമാറിന് നൽകേണം. നാടറിഞ്ഞല്ലോ കൂടൊഴിഞ്ഞല്ലോ, കോൺഗ്രസ് ആകെ കൂട്ടമായി BJP ആയല്ലോ. ഇന്നത്തെ തെരഞ്ഞെടുപ്പ് കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.